ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ പരാമർശിച്ചത് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ പെൻഷന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഇതൊരു പീസ്ഫുൾ 60+ എന്നുള്ള ഒരു ചാനലാണ്. ഇതിലെ ഓരോ തവണ അപ്ലോഡ് ചെയ്യുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം സമാധാനം തരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പൈസ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുമ്പോഴും ഇന്ന് ലോകത്ത് നല്ലൊരു ശതമാനം ജനങ്ങളും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഉള്ളവരുടെ സമ്പത്ത് വളരെയേറെ വർദ്ധിക്കുന്നു, ഇല്ലാത്തവരുടെ ജീവിതം വീണ്ടും ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കേരളത്തിൽ തന്നെ എടുത്താൽ അറിയാം, വിദേശത്തൊക്കെ നല്ല ജോലിയുള്ള 2 പേർക്കും ജോലിയുള്ളവർ വളരെ അഫ്ലുവൻ്റ് ആയിട്ട് ജീവിക്കുന്നു. കേരളത്തിൽ നല്ല ജോലിയുള്ളവർ സ്കൂളിലും കോളേജുകളിലും ഹോസ്പിറ്റലും ഒക്കെ ജോലിയുള്ളവർക്കും നല്ല ക്വാളിറ്റി ലൈഫുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ നല്ല പെൻഷൻ കിട്ടും. എന്നാൽ ഒത്തിരിയേറെ ജനങ്ങൾ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അന്നേരം റിട്ടയർമെൻറ്റിൽ നമ്മുടെ ഒരു പീസ്ഫുൾ ലൈഫിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരികെ കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ചാനലിൽ ചില ടോപ്പിക്കുകൾ വീണ്ടും ഞാൻ റിപ്പീറ്റഡായിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സമാധാനവും സന്തോഷവും ഒരു നിത്യജീവനെ കുറിച്ചുള്ള ഒരു അഷ്വറൻസും ഒക്കെ കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ സമ്പത്തുകൾ, കഴിവുകൾ, നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇടാനല്ല ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം ഷാലോമിൽ ഞാനൊരു എപ്പിസോഡ് കണ്ടു. വിളക്കന്നൂർ ക്രിസ്തുരാജ, വിളക്കന്നൂർ എന്ന് പറയുന്നത് തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരു ക്രിസ്തുരാജ ഇടവകയെ നടക്കുന്ന എക്സെപ്ഷണലായിട്ടുള്ള എടുത്തു പറയത്തക്ക രീതിയിലുള്ള നന്മയുടെ ഒരു മൂവ്മെന്റ് അവിടെ കണ്ടു. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അതിൻ്റെ നല്ല രീതിയിൽ ബ്രീഫിംഗ് ഒക്കെ നടത്തിയത് അവിടുത്തെ സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോസഫ്. അതുപോലെ വിളക്കന്നൂർ ജീവകാരുണ്യ കൂട്ടായ്മ എന്നാണ് അതിനവർ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കക്കാരെന്ന് പറയുന്നത് ഫാദർ തോമസ് മുണ്ടമറ്റം. അവർ ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും തോന്നി. അതുപോലെ നമുക്കെല്ലാം മാതൃകയാക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ്, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ടെംപ്ലേറ്റ്സ് ആണ് അവർ ചെയ്യുന്നത്. ആ ഒരു മോഡലിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേർക്ക് അവർ സാമ്പത്തിക സഹായം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നേഴ്സിങ്, അതുപോലെ എൻജിനീയറിങ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് അവർ സാമ്പത്തിക സഹായം ചെയ്യുന്നു. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, അത് നാട് നീളെ പബ്ലിഷ് ചെയ്ത് അവരുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നില്ല. അതിൻ്റെ വേറെ ഒരു ബ്യൂട്ടി, ഈ പിള്ളേരെല്ലാം ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ലഭിച്ച പൈസ അവർ തിരികെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. അവരിതിനെ പറയുന്ന റിവോൾവിംഗ് ഫണ്ടായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൂടാതെ പിന്നെ രണ്ടാമത് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, നല്ല രീതിയിൽ പഠിക്കുന്ന പിള്ളേർക്ക് ക്യാഷ് അവാർഡ്, അതുപോലെ മൊമെന്റോസ് കൊടുക്കുന്നു. അത് വളരെയേറെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന വേറെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ചുങ്കക്കുന്നെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മെന്റലി ചലഞ്ചിങ് ആയിട്ട് മാനസിക രോഗമുള്ളവരെ താമസിപ്പിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്ററാണ്. അവർ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോയി അവർക്ക് വേണ്ട പേഴ്സണൽ കെയർ, അവരെ കുളിപ്പിക്കുകയും അവരെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൂടാതെ അവർ വർഷത്തിൽ 2 തവണ, നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ളവരെ 2 തവണ അവർ സോഷ്യൽ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രോഗി സഹായം. രോഗികൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നു. അതുകൂടാതെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം. അതുകൂടാതെ ഒരു എമർജൻസി ക്രൈസിസ് ഫണ്ട്, പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു അപകടമോ ഒരു സഡൻ ആയിട്ടൊരു രോഗം ഡയഗ്നോസ് ചെയ്യുകയോ ചെയ്താൽ, നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അപ്രണ്ടിൽ പൈസ കെട്ടി വെക്കേണ്ട ഒരവസ്ഥയാണ്.
ഞാനിത് പറയുന്നത് വിളക്കന്നൂര് ഏറെക്കുറെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ 10-25 ലക്ഷം രൂപയോളം അവർ സ്പെൻഡ് ചെയ്തു. അവിടെയുള്ള ഇടവകയിലുള്ള സാധാരണ ജനങ്ങൾ മന്ത്ലി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അതുകൂടാതെ വർഷത്തിലൊരു തവണ ഇടവക വീടുകളിൽ നിന്ന് ലഭിക്കുന്ന പൈസയാണ്. ഞാനിത് പറയുന്നത് നമ്മളൊക്കെ ഈ വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് പെൻഷൻ കാണുമായിരിക്കും, നമുക്ക് പല സാമ്പത്തിക ഇതൊക്കെ കാണുമായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാം, നമുക്ക് ടൂറ് പോകാം. അതേ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനം കൊണ്ട് നിറയുന്നത്. കാരണം നമുക്ക് എത്ര നമുക്ക് ലഭിച്ചാലും പോരാ എന്നുള്ള ഒരു ടെൻഡൻസിയാണ് മനുഷ്യനുള്ളത്. കാരണം അത് എല്ലാ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേസമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് തന്നെയല്ല. അവരെ ഇപ്പോൾ ഫ്രാൻസിസ് നമ്മുടെ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ബിസിനസ്സുകാർക്ക് ഒരു ടോക്ക് കൊടുത്തതിൽ പിതാവ് പറയുന്നത്, നിങ്ങൾ വെറുതെ പൈസ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ അവരെ പോയി ടച്ച് ചെയ്യണം, തൊടണം എന്നാണ് പറയുന്നത്. നമ്മൾ മാനസിക രോഗികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ അവരെ കുളിപ്പിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ ഇങ്ങനെയുള്ളവരെ നമ്മൾ കാണുക, രോഗികളെ നമ്മൾ പോയി സന്ദർശിക്കുക, വീടുകളിൽ രോഗികളെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം നമുക്ക് ഒരിക്കൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ ടാസ്ക്, നമ്മുടെ മിഷൻ എത്രത്തോളം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നാളെ വീക്കായി നമ്മൾ ബെഡ് റിഡൻ ആകുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ദൈവമേ, ഇത്രയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചല്ലോ. നമ്മുടെ പീസ്ഫുൾ ലൈഫ്, റിട്ടയർമെന്റ് ലൈഫ് ഹാപ്പി ആകാനായിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സാമ്പത്തികം തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമയം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. രോഗികളുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് ഇരിക്കണം. നമുക്കറിയാം വിസിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഇന്നൊക്കെ ഈ ഒരു ആമസോൺ ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ വന്നതുകൊണ്ട് ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രവണത ഷോപ്പിംഗ് ആണ്. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒത്തിരിയേറെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുക, അതിട്ട് നോക്കുക, അത് ഫിറ്റ് ചെയ്യുന്നില്ല, പാക്ക് ചെയ്ത് നേരെ തിരിച്ചു കൊണ്ട് കൊടുക്കുക. ഇതൊരു ഭയങ്കര ഒരു ഹാബിറ്റായിട്ട് മാറി. പല വീടുകളിൽ നമുക്ക് കയറാൻ പറ്റിയാൽ വാർഡ്രോബ് നിറഞ്ഞ സാധനങ്ങളാണ്. അന്നേരം കുറച്ചൊക്കെ നമ്മളിനി മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. അന്നേരം നമ്മുടെ 60+ നമുക്കും ഒരു അനുഗ്രഹമാവും, മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാവും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്, എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ട്, 50 ലക്ഷം രൂപ ഉണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കാണുമ്പോൾ സാമ്പത്തികം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു അരോചകമായിട്ട് മാറും. അതേസമയത്ത് നമുക്ക് സാമ്പത്തികമുണ്ട്, നമ്മളവരെ സഹായിക്കാനായിട്ട് വില്ലിങ് ആണ്, നമ്മളൊരു സപ്പോർട്ടിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും സന്തോഷമുണ്ട്. ഞാൻ പറയുന്ന വേറെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. നമ്മുടെ മക്കളോ ആര് വിദേശത്ത് പോകുന്നു, സ്വദേശത്ത് പോകുന്നു, അതൊക്കെ സെക്കൻഡറി തിങ് ആണ്. എവിടെ വിദേശത്ത് പോയാലും, അമേരിക്കയിൽ പോയാലും, കാനഡയിൽ പോയാലും, കേരളത്തിലാണേലും നമ്മുടെ പാവങ്ങളോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഒരു കരുതലുണ്ടാകുക. അതുപോലെ നമ്മൾ പൈസ കൊടുക്കുന്ന പിള്ളേർ പഠിക്കാൻ ബ്രില്യൻ്റ് ആയിരിക്കും, അവർക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു കുറവ് ഉണ്ടായിരിക്കുകയുള്ളൂ. നാളെ അവർ പഠിച്ച് ഒരു ജോലി നേടിക്കഴിയുമ്പോൾ അവരിലൂടെ ആയിരിക്കും ഇത് മുന്നോട്ട് ഈ ഒരു ഉപവിപ്രവൃത്തി പോകേണ്ടത്. അതുകൊണ്ട് ഈ ഒരു മോഡൽ നമുക്ക് എല്ലാവർക്കും പ്രായോഗികമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ ഇതൊക്കെ ഒത്തിരിയേറെ പലരും നടത്തുന്നുണ്ട്. എന്നാലും ഇത് ആ ഒരു ഇടവക നടത്തുന്ന പോലെ ഒരു കൂട്ടായ്മയോടുകൂടി നടത്തുമ്പോൾ ഒരു 100 പേര്, ഇപ്പൊ UK-യിലുള്ള 100 പേര് ഒരു 25 പൗണ്ട് എടുത്തുള്ള പോലും ഒരു മാസം എത്രയാ 2500 പൗണ്ട്
ആയാൽ പോലും ഇന്ത്യയിലോട്ട് മാറ്റുമ്പോൾ അത് എത്ര എമൗണ്ടാണ്, നമുക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാധ്യത മിന്നൽ കാണാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലസ് യു.